ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ ഇടയൻ ലിയോ 14 മാർപ്പാപ്പ. ഫ്രാൻസിസ് പാപ്പായ്ക്ക് ശേഷം പുതിയ ഇടയനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു സഭാവിശ്വാസികളെല്ലാം. അതിനുവേണ്ടിയുള്ള കർദിനാളന്മാരുടെ കോൺക്ലേവിൽ 4-ാം വട്ട വോട്ടെടുപ്പിലാണ് 267-ാം മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ തിരഞ്ഞെടുക്കപ്പെട്ടത്. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ഇദ്ദേഹം. പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതായി വെളുത്ത പുകയിലൂടെ ലോകം അറിഞ്ഞ് 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഫ്രിട്ടോ ഡീക്കൻ കർദിനാൾ ഡൊമിനിക്കൻ മെസർഡി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിൽ എത്തി പറഞ്ഞു: വളരെ ആനന്ദത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, നമുക്കൊരു പാപ്പായെ ലഭിച്ചിരിക്കുന്നു. ലിയോ 14 എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്ക് ശേഷം സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ ബാൽക്കണിയിലെത്തി. 140 കോടി കത്തോലിക്കരുടെ ഇടയന് ലാളിത്യമുള്ള പുഞ്ചിരി, ആത്മവിശ്വാസമുള്ള മുഖഭാവം. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ ജനത്തെ ആകമാനം കൈവീശി തൻ്റെ സ്നേഹഭാവം പ്രകടിപ്പിച്ചു. കൈകൾ പലതവണ വീശിയ ശേഷം പാപ്പായുടെ ആദ്യ വാക്കുകൾ: എല്ലാവർക്കും സമാധാനം. ജനങ്ങൾ തിരികെ സമാധാനം ആശംസിച്ചുകൊണ്ട് ആ വാക്കുകളെ സ്വീകരിച്ചു. US-ലെ ചിക്കാഗോയിലാണ് ലിയോ 14 മാർപ്പാപ്പയുടെ ജനനം. സഭാ സേവനത്തിനായി US-ന് പുറത്താണ് അദ്ദേഹം ചിലവഴിച്ചത്. കാനോൻ നിയമത്തിൽ PhD നേടി. പെറുവിലായിരുന്നു കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചത്. അവിടെ മിഷണറി, പള്ളിവികാരി, അധ്യാപകൻ, ബിഷപ്പ് എന്നീ നിലകളിൽ 2 ദശകത്തോളം സേവനമനുഷ്ഠിച്ചു. പെറു പൗരത്വവും സ്വീകരിച്ചു. അഗസ്റ്റീനിയൻ സഭാംഗമായ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെപ്പോലെ ലളിത ജീവിതത്തിലും പാവങ്ങളുടെ സേവനത്തിലും ഊന്നൽ നൽകിയിരുന്നു. ലിയോ 14 മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങ് ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശുദ്ധ പത്രോസിന്റെ കല്ലറയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക് ലിയോ 14 മാർപ്പാപ്പ മുഖ്യ കാർമ്മികനാകും. ആദ്യ പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയന്മാരെ ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതുമാണ് പ്രധാന ചടങ്ങ്. പോപ്പ് മൊബൈലിലൂടെ എത്തി വിശ്വാസികളെ ആശീർവദിക്കുകയും കുർബാനയ്ക്കിടെ പ്രഭാഷണം നടത്തുകയും ചെയ്യും. വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അടക്കമുള്ളവർ ചടങ്ങിൽ സാക്ഷികളായി എത്തിയിട്ടുണ്ട്. പാപ്പ സേവനമനുഷ്ഠിച്ച പെറുവിൽ നിന്ന് ഭരണാധികാരികൾക്കൊപ്പം വിശ്വാസികളുടെ പ്രതിനിധികളും പാപ്പായുടെ കുടുംബാംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുടെ വത്തിക്കാനിലുള്ള നയതന്ത്ര പ്രതികളുമായി പാപ്പ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വത്തിക്കാൻ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതടക്കം ചർച്ചയാകും. ഫ്രാൻസിസ് പാപ്പായുടെ പിൻഗാമിയായ ലിയോ 14 മാർപ്പാപ്പയും മനുഷ്യപക്ഷത്താണെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. ഓരോ പ്രസ്താവനകളും ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഒടുവിൽ നടത്തിയ പ്രസ്താവന ഗാസയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റം ദുഃഖിതനാണെന്ന് വ്യക്തമാക്കിയും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. ഉക്രൈനിൽ യഥാർത്ഥ സമാധാനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയൻ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് കേരളവുമായി വളരെ ഊഷ്മളമായ ബന്ധമുണ്ട്. അഗസ്തീനിയൻ സഭയുടെ ജനറൽ എന്ന നിലയിൽ 2 തവണയാണ് കേരളത്തിൽ സന്ദർശനം നടത്തിയത്. 2004-ലും 2006-ലും. കേരളം സന്ദർശിച്ച മാർപ്പാപ്പ അന്ന് കൊച്ചിയിലും എറണാകുളം വാരാപ്പുഴയിലും വയനാട്ടിലും എത്തിയിരുന്നു. വാരാപ്പുഴ മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഓർത്തെടുത്ത് പറഞ്ഞത്, അന്ന് പുതിയതായി നിർമ്മിച്ച കലൂരിലെ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിന്റെ തിരുക്കർമ്മങ്ങൾ ദാനിയേൽ അച്ചാരിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന ചടങ്ങിൽ ലിയോ 14 മാർപ്പാപ്പയും സംബന്ധിച്ചിരുന്നെന്നാണ്. 2004 ഏപ്രിൽ 22-ന് കലൂർ കത്രിക്കടവിലെ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ അന്നത്തെ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ 6 ഡീക്കന്മാർക്ക് പൗരോഹിത്യം നൽകിയ ദിവ്യബലിയിൽ സഹകാർമ്മികനായി ലിയോ 14 മാർപ്പാപ്പ സന്നിഹിതനായിരുന്നു. അഗസ്തീനിയൻ സന്യാസി സഭയുടെ ഏഷ്യ പസഫിക് യോഗത്തിൽ പങ്കെടുക്കാനാണ് 2006-ൽ രണ്ടാമതെത്തിയത്. ലോകസമാധാനത്തിന് ആഹ്വാനം ചെയ്ത ലിയോ 14 മാർപ്പാപ്പ സമാധാനത്തിന്റെ സന്ദേശം ലോകമെങ്ങും പരക്കട്ടെ എന്ന് ആശംസിച്ചു. ഇന്ത്യ പാക് യുദ്ധത്തിൽ വെടിനിർത്തലിന് ധാരണയായി എന്നതിന് തൻ്റെ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഉക്രൈനിൽ യുദ്ധക്കെടുതിയിൽപ്പെട്ട താനെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് പ്രത്യേക കരുതലായിരുന്നു ലിയോ 14 മാർപ്പാപ്പയോട്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളിൽ
അദ്ദേഹത്തെ അനുഗമിക്കുന്ന സംഘത്തോടൊപ്പം പിതാവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ മെത്രാന്മാർക്കുള്ള തിരുസംഘത്തിൻ്റെ തലവൻ മാർപ്പാപ്പായുടെ യാത്രയിൽ പങ്കെടുക്കാറുള്ളതല്ല. പക്ഷേ ഓരോ അവസരത്തിലും മാർപ്പാപ്പ തന്നെ മുൻകൈയെടുത്ത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമായിരുന്നു. ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പത്രോസിൻ്റെ പിൻഗാമിയുടെ ശ്ലൈഹിക യാത്രകൾ എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാൻ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുന്നത് പോലെയാണെന്ന് തോന്നും. ആ യാത്രകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിനായി തയ്യാറെടുക്കാൻ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ഒരുക്കിയെടുക്കുകയായിരുന്നു. ഓരോ കാലഘട്ടത്തിലൂടെയുള്ള ഫ്രാൻസിസ് പാപ്പായുടെ വഴികൾ. 1955 സെപ്റ്റംബർ 14 ഷിക്കാഗോയിൽ ജനനം. 1973 ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ മൈനർ സെമിനാരിയിൽ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി. 1977 മിലനോവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. പിന്നീട് പുരോഹിതനാകാൻ തീരുമാനിച്ചു. 1977 സെപ്റ്റംബറിൽ ഓർഡർ ഓഫ് സെന്റ് അഗസ്റ്റിൻ സന്യാസ സഭയിൽ ചേർന്നു. 1978 സെപ്റ്റംബറിൽ ഓർഡറിലേക്ക് തൻ്റെ ആദ്യ വ്രതമെടുത്തു. 1981 ഓഗസ്റ്റിൽ നിത്യവ്രതം സ്വീകരിച്ചു. 1982 ചിക്കാഗോയിലെ കാത്തലിക് തിയോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് എമിനിറ്റി ബിരുദം കരസ്ഥമാക്കി. 1984 റോമിലെ പൊന്തിഫിക്കൽ കോളേജ് ഓഫ് സെന്റ് തോമസ് അക്വിനാസിൽ നിന്ന് കാനൻ ലോയിൽ ലൈസൻഷിയേറ്റും എടുത്തു. 1987 കാനൻ നിയമത്തിൽ PhD നേടി. 1985, 86, 1988, 98 എന്നീ കാലയളവിൽ പെറുവിൽ ഇടവക വികാരിയായും സെമിനാരി അധ്യാപകനായും അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചു. രൂപതാ സെമിനാരിയിൽ കാനൻ നിയമം പഠിപ്പിച്ച അദ്ദേഹം സെമിനാരി പ്രിഫെക്റ്റായും പ്രവർത്തിച്ചു. 2015 മുതൽ 2023 വരെ പെറുവിലെ ചിക്ലിയോയുടെ ബിഷപ്പായും പ്രവർത്തിച്ചു. 2023 കർദിനാളാകുന്നത്. വത്തിക്കാനിൽ അത്ര പ്രമുഖനല്ലായിരുന്നെങ്കിലും ബിഷപ്പുമാരുടെ നാമനിർദ്ദേശങ്ങൾ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുവാൻ തീരുമാനിക്കുന്ന വോട്ടിംഗ് ബ്ലോക്കിൽ 3 സ്ത്രീകളെ ഉൾപ്പെടുത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. ലിയോ 14 മാർപ്പാപ്പ ഉദ്ധിതനായ യേശുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് തൻ്റെ ആദ്യ പ്രഭാഷണം ആരംഭിച്ചത്. എല്ലാവർക്കും, കുടുംബങ്ങൾക്കും വേദന അനുഭവിക്കുന്നവർക്കുമെല്ലാം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശമാണ് അദ്ദേഹം പകർന്നത്. ലിയോ 14 എന്ന പേര് പുതിയ പാപ്പ സ്വീകരിക്കുമ്പോൾ 13-ാം ലിയോ പാപ്പായുടെ ശുശ്രൂഷ മേഖലകളുടെ പ്രത്യേകതകളും നാം ഓർത്തിരിക്കേണ്ടതാണ്. തൊഴിലാളികളുടെ പാപ്പ എന്നറിയപ്പെടുന്ന അദ്ദേഹം റേരും നൊവാരും എന്ന തിരുവെഴുത്ത് വഴി സഭയുടെ സാമൂഹ്യ നീതി, തൊഴിലിനോടുള്ള ആഭിമുഖ്യത്തെപ്പറ്റി വ്യക്തമായ പഠനം നൽകിയ പാപ്പയാണ് ലിയോ 13. ലിയോ 14 മാർപ്പാപ്പ ശ്ലൈഹിക ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളും വേദനകളും നിറയുന്ന ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പയുടെ സന്ദേശവും തുടർന്നുള്ള ജീവിതവും അനേകർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുമാറാകട്ടെ. കത്തോലിക്ക സഭയുടെ 267-ാം മാർപ്പാപ്പ ലിയോ 14 ജനസാഗരങ്ങളെ സാക്ഷിയാക്കി 140 കോടി ജനങ്ങളെ നയിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ തിരഞ്ഞെടുത്ത നല്ല ഇടയൻ. ഇനി ലോകത്തിൻ്റെ നല്ല ഇടയൻ, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം ശ്രദ്ധിക്കും. ഇതുപോലൊരു ആത്മീയാചാര്യൻ കത്തോലിക്ക സഭയ്ക്ക് മാത്രം. സെമിനാരി മുതൽ ഡീക്കനായും വൈദികനായി, ബിഷപ്പായി, ആർച്ച് ബിഷപ്പായി, കർദിനാളായി അനേകം കർദിനാൾമാരിൽ നിന്നും ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത രീതി ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. വിശ്വാസത്തിലും സന്തോഷത്തിലും സേവനം ചെയ്യുക എന്നതാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. സഭയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കുക, അതാണ് സുവിശേഷം നൽകുന്ന സന്ദേശം. ഓക്കെ.